ഇന്നത്തെ പരീക്ഷണം മസാല ഓംലേറ്റ് ഇടാം. എന്നും കുക്കിംഗ് ആണല്ലോ, ഒന്നും ഉണ്ടാക്കില്ല എന്ന് പരാതി. അപ്പോൾ വിചാരിച്ചു മസാല ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന്. ഒരു പാത്രത്തിനകത്ത് സവാള ഇട്ടു, കുറച്ച് മുളകിട്ടു, പച്ചമുളക്, കുറച്ച് ഉപ്പിട്ടു, കുറച്ച് കുരുമുളക് പൊടി ഇട്ടു, 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി ഇളക്കി മാറ്റി വെച്ചു. അതിനുശേഷം ഫ്രൈ പാനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് വെളിച്ചെണ്ണ, അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് മതി, ചെറുതായി അരിഞ്ഞത് ഇട്ടു. അതിനുശേഷം സവാള ഇട്ടു കേട്ടോ. ഇത് നന്നായി വഴറ്റി. നന്നായി വഴണ്ട് വരുമ്പോൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് മതി, എല്ലാം കുറച്ച് മതി. അതിനുശേഷം നന്നായി വഴറ്റിയതിന് ശേഷം ഇതിനകത്ത് ഒരു തക്കാളി അരിഞ്ഞ് ചേർക്കൂട്ടാം വഴറ്റാനായിട്ട്. ഇതിന് ഞാൻ ആകെ അര സബോള എടുത്തേക്കുന്നത്, ഇത്തിരി വലിയ അര സബോള, ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. നന്നായി വഴറ്റി. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിനകത്ത് കുറച്ച് ഗരം മസാല ആഡ് ചെയ്തു കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ മസാല കുറച്ചൊന്ന് പരത്തിയിടാൻ നോക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ കൂടിയിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഓംലേറ്റ് ശരിയാവത്തില്ല, മറച്ചിടാൻ പറ്റില്ല, കറക്റ്റായിട്ട് കിട്ടില്ല. ഞാനൊന്ന് ചെറിയ സിമ്മിൽ വിട്ടൊന്ന് വേവിച്ചായിരുന്നു. പിന്നെ ഓംലേറ്റ് തിരിച്ചിടാനുള്ള ഒരു പരിശ്രമത്തിലാണ്. അത് പക്ഷെ പൊട്ടിപ്പോയി, ഓംലേറ്റ് പൊട്ടിപ്പോയി ഗൈസ്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. എന്തായാലും ഓംലേറ്റ് അങ്ങനെ തന്നെ നമ്മൾ വായിൽ വയ്ക്കില്ലല്ലോ, പൊട്ടിച്ചല്ലേ വായിൽ വയ്ക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞാനത് അങ്ങോട്ട് പൊട്ടിച്ചു. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ മറ്റൊരു സമാധാനത്തിന് ഞാൻ ഇട്ടിരുന്നു. ഇവിടെ ആർക്കും മല്ലിയില ഇഷ്ടമല്ല, എന്നാലും ഞാനത് ഇട്ടു. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ലാസ്റ്റ് ഓംലേറ്റ് വന്നത്. ഇത് ഓംലേറ്റ് ആണോ എന്താണോ എന്ന് അറിയത്തില്ല, പക്ഷെ ഇങ്ങനെ കിട്ടി. അങ്ങനെ നമ്മുടെ മസാല ഓംലേറ്റ് ഇങ്ങനെ റെഡി ആയിട്ടോ. സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ടോ? പൂരി പിന്നെ മാത്രമല്ലോ ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ലെന്നോ? കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പൂരി മല്ലിയില കുറയ്ക്കണം. ആകെ കുഞ്ഞു മല്ലിയില ഇട്ടപ്പോഴാണ് ഞാൻ.